നാല് പേരും നല്ല സുഹൃത്തുക്കളാണ്. ഈ സുഹൃത്തുക്കൾ തമ്മിൽ ഈ വീട്ടിലെ പ്രശ്നങ്ങളും പറയുന്നുണ്ട്. നല്ല ഇവര് തമ്മിൽ നല്ല ചർച്ചയും നല്ല കമ്പനിയായിട്ട് ഇവർ ഒരുമിച്ചാണ് ക്ലാസ്സിലേക്ക്. ഫാമിലി പ്രോബ്ലംസ് ഇവർക്ക് അനുഭവിക്കുന്ന വേദനകൾ ഇവർ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഇത് ഇവർക്ക് 4 പേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാം. ഒരാളുടെ പ്രശ്നം എന്താണെന്ന് മറ്റേ ആൾക്കും. അവരുടെ വീട്ടിലെ ഫാമിലി ആയിട്ട് സംസാരിക്കുന്നത് പലർക്കും നമ്മുടെ വീടുകളിൽ ഉണ്ടാകുന്നതാണ് ഈ മൊബൈൽ ഫോൺ യൂസ് ചെയ്യുന്നതിനുള്ള പ്രോബ്ലംസ്. സ്ഥിരം നമ്മൾ കാണുന്ന ഒരു പ്രോബ്ലംസ് അല്ല നമ്മൾ പറയുന്നത്. അത് അങ്ങനെ പറയുമ്പോൾ സാധാരണ നമ്മൾ പറയും സിനിമയുടെ കഥ പറയുമ്പോൾ ഇതിപ്പോ എല്ലാവരും പറയുന്ന പോലെ ഒരു എന്റെ വീട്ടിലും അല്ലെങ്കിൽ സിമ്പിൾ ആയിട്ട് പറയുന്ന ഒരു രീതിയിലല്ല പറഞ്ഞേക്കുന്നത്. അതല്ലാതെ നമ്മൾ കുട്ടികളോട് കൊടുക്കുന്ന സമയം എത്ര മിനിറ്റ് അല്ലെങ്കിൽ എത്ര സമയം നമ്മൾ കുട്ടികളുടെ ഇടയിൽ ചെലവഴിക്കണം, അങ്ങനെ കുറെ കാര്യങ്ങൾ നമുക്ക് അതിനകത്ത് അവയർനെസ് കൊടുക്കുന്നുണ്ട്. പല വീടുകളിലും നടക്കുന്ന പ്രശ്നങ്ങളാണ് നമ്മൾ ഇതിനകത്ത് പറയുന്നത്. പഠിക്കുന്ന കുട്ടികൾ എന്തുകൊണ്ടാണ് അവർക്കും സമാധാനമായിട്ട് പഠിക്കുന്നത്? ഇവരെല്ലാവരും ജോലിക്കാരാണ്. ജോലിക്കാരുള്ള ഇവരുടെ പേരൻസിൽ മിക്കവരും ജോലിയുള്ള ആൾക്കാർ തന്നെയാണ്. അപ്പൊ എന്നിട്ടും അവരെങ്ങനെയാണ് ഈ മക്കളെ കെയർ ചെയ്യുന്നതാണ് നമുക്ക് ഇതിനകത്ത് പറയുന്നത്. അതുകൊണ്ടാണ് ഇത് കൃത്യമായിട്ട് ഒരു ഫാമിലി ആയിട്ട് തന്നെ ഇരുന്ന് കാണുന്നത്. കാരണം ഇത് കണ്ടു കഴിയുമ്പോൾ കുട്ടികൾ എൻ്റെ വീട്ടിലും ഞാനിത് അനുഭവിച്ചിട്ടുണ്ട്. എൻ്റെ വീട്ടിലോ അല്ലെങ്കിൽ ഞാൻ എവിടെയെങ്കിലും ഈ പറഞ്ഞ 4 ഫാമിലിയിൽ എവിടെയെങ്കിലും ഒരാള് പറയും എന്റെ വീട്ടിൽ ഞാൻ ഇത് എപ്പോഴെങ്കിലും അനുഭവിച്ചിട്ടുണ്ട്. എന്റെ വീട്ടിൽ ഞാൻ ചെറുപ്പത്തിൽ അനുഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് പറയാൻ കഴിയും. ഇപ്പോഴത്തെ ഈ അവസ്ഥയില് പിള്ളേർക്ക് ശരിക്കും വീട്ടിലുള്ള ഈ അനുഭവം ഒരു മുത്തച്ഛനൊക്കെ വീട്ടിലുണ്ടെങ്കിൽ ചിലപ്പോ പറഞ്ഞിരിക്കാം. പക്ഷെ ഇപ്പൊ ആരുമില്ല സംസാരിക്കാൻ. ഇല്ല, സംസാരിക്കാൻ ആളില്ലാത്തത് അല്ല. ഇവര് നമ്മള് പേരൻസ് കുട്ടികളോട് ഓവർ വിശ്വാസമുണ്ട്. ചില പേരൻസിന് ഓവർ വിശ്വാസം, നമ്മുടെ കുട്ടികളെ കൊണ്ട് കുറെ കുഴപ്പമൊന്നും ഉണ്ടാവില്ല, വഴിതെറ്റി പോകില്ല എന്ന് പറയുന്ന ഓവർ വിശ്വാസമാണ് ചിലവർക്കുണ്ടാവുന്നത്. അത് എനിക്കുണ്ട്. എൻ്റെ കുട്ടികളെ ഞങ്ങൾ തന്നെയാണ് കാണുന്നത്. പക്ഷെ നമ്മൾ ആ വിശ്വാസം തെറ്റായി പോകുന്നത് ചില ഇൻസിഡൻസിലാണ്. അതെ, അങ്ങനെ ഇൻസിഡൻസും നമുക്ക് ഇതിനകത്ത് വന്നിട്ടുണ്ട്. അങ്ങനെയാണ് നമ്മൾ സാധാരണ പറയുന്ന ഒരു സിനിമയിൽ ഇപ്പോൾ പറയും കുട്ടികളുടെ ചിത്രം എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ഒരു ഫാമിലി എന്ന് പറയുന്ന പഠിക്കുന്ന കുട്ടികളെ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ എന്താ പറയുക സിമ്പിളായിട്ട് നമ്മൾ കണ്ടുവന്ന ഒരു സാധനം ഇത് അവയർനെസ് ആയിട്ട് തന്നെ കാണാം. എന്നാൽ അത്യാവശ്യം നന്നായിട്ട് നമ്മുടെ ഹൃദയത്തിലേക്ക് ഫീൽ ചെയ്യുന്ന കുറച്ച് മുഹൂർത്തങ്ങളുണ്ട്. നന്നായിട്ട് നമ്മുടെ ഇടയിൽ വന്നിട്ടുണ്ടെന്ന് തന്നെ പറയാം. ശരിക്കും അങ്ങനെ തന്നെ തോന്നും നമുക്ക്. അല്ല, തീം നിങ്ങൾക്കത് വർക്കൗട്ട് ആവും. കാരണം അത് പറയാൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സ്ഥിരം കാണുന്ന ഒരു കോമഡി ഒന്നും അല്ല പടം. ആകെ കോമഡി എന്ന് പറയാൻ പറ്റുന്ന ഒരു തമാശയായിട്ട് രീതിയിൽ പറഞ്ഞു എന്ന് മാത്രം സാധനം മാത്രമേ ഉള്ളൂ. വളരെ സീരിയസ് ആയിട്ട് തന്നെ പോകുന്ന ലൈവായിട്ട് പോകുന്ന ഒരു സ്റ്റോറിയാണ്. ലാസ്റ്റ് നമ്മൾ നിർത്തുന്നതും അങ്ങനെ തന്നെയാണ്, എൻഡിങ്ങും അങ്ങനെ തന്നെയാണ്. അല്ലാതെ വലിയൊരു ബ്രഹ്മാണ്ഡ പടത്തിന്റെ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സംഗതി ഒന്നും അല്ല. പക്ഷെ നമുക്ക് ഫീൽ ഗുഡ് ആയിട്ട് ഇരുന്ന് കണ്ട് 2.25 മണിക്കൂർ പടമുണ്ട്. 2 മണിക്കൂർ 20 മിനിറ്റ് ഉണ്ട് പടം. അത് സമയം അങ്ങനെ ലാഗ് അടിക്കാതെ തന്നെ പോകും. നേരത്തെ പറഞ്ഞ പോലെ നിങ്ങളിൽ ഏതെങ്കിലും ഒരു കണക്ട് ആവുമെന്ന് പറഞ്ഞാൽ കറക്റ്റാണ്. അത് കണക്ട് ആവും, അത് ഷുവറാണ്. കാരണം ഏതെങ്കിലും ഒരു പേരന്റിന് കണക്ട് ആവും, അല്ലെങ്കിൽ കുട്ടികൾ കണക്ട് ആവും. സാറ് നേരത്തെ പറഞ്ഞല്ലേ ഓരോ വീടുകളിൽ പോയി കാരണം നമ്മൾ 1-2 പേരെ കാണിച്ചപ്പോ അവര് സാധാരണക്കാര് കാണിച്ചപ്പോ പറഞ്ഞത് എന്റെ വീട്ടിലും ഞാനും ഇതിന് ടെൻഷൻ ആയിട്ടുണ്ട്. അപ്പൊ ഞങ്ങൾക്ക് കോൺഫിഡൻസ് ആവുന്ന അങ്ങനെയാണ്. സാധാരണക്കാരൻ നമ്മൾ പ്രേക്ഷകരെ കാണിക്കുമ്പോഴാണല്ലോ നമ്മൾക്കത് ഫീൽ ചെയ്യുന്നത്.